ഏത് സമയത്താണ് കരിയർ പ്ലാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കഴിവുകൾ അവരെ ഏതൊക്കെ രീതിയിൽ അവർ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കണം. അതിന് അവർ കൂട്ടുകൂടുന്ന രീതികൾ, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുമായി അവരെങ്ങനെയാണ് ഇടപഴകുന്നത്, അവർ കളിക്കുന്ന സ്ഥലത്ത് അവരേത് രീതിയിലാണ് കളിക്കുന്നത്, അവരാണോ നിയന്ത്രിക്കുന്നത്, പിന്നെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരാളാണോ, അതല്ല പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണോ അവരിൽ കാണുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അതുപോലെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തും നമുക്ക് അറിയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം അവരെ നമ്മൾ വാച്ച് ചെയ്യാം. എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായി അവർ ഇടപഴകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോരുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികളുടെ ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണ്, അവരെ ആപ്റ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണ്, എന്താണ് അവരുടെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വീട്ടിൽ അവരുടെ പെരുമാറ്റങ്ങൾ, അവർ വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം, ഏത് കാര്യങ്ങൾ ചെയ്യാൻ അവരോട് പറയുമ്പോഴാണ് അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരത് നോ പറയുന്നത് എപ്പോഴൊക്കെയാണ്, എന്ത് കാര്യം പറയുമ്പോഴാണ് അവർ വളരെ ഹാപ്പി ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്താനും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ്. ചില വിഷയങ്ങൾ അവർക്ക് തീരെ താല്പര്യമില്ല, അത് പഠിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് എഴുതണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിലെ ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് അവരുടെ താല്പര്യക്കുറവും. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അഥവാ നമ്മളെ കുട്ടികളെ കുറിച്ച് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതിനൊന്നും നമുക്കിപ്പോൾ സമയമില്ല. പാരൻസിന് കൂടുതൽ കുട്ടികളെ കുറിച്ച് ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ അധ്യാപകർക്ക് പോലും അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അതിനൊരു മാതൃകയാവാനും കഴിയാത്ത സാഹചര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് വേണ്ടത് അവരെ കഴിവുകൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മളെ എന്തിനൊക്കെയാണ് പറ്റുക, അല്ലെങ്കിൽ നമ്മളെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ കുറവുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന്, അഥവാ ഒരു ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ ഇത് ചെയ്താൽ ഈ രീതിയിൽ നമ്മളെ കഴിവുകൾ, പേഴ്സണാലിറ്റി, നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യാൻ വളരെ സുഖമായിരിക്കും. എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം, എന്താണ് എന്നെ കൊണ്ട് പറ്റാത്തത്, എന്താണ്, ഏത് ജോബ് റോളിലാണ് എനിക്ക് തിളങ്ങാൻ പറ്റുക, എനിക്ക് പഠിക്കാൻ പറ്റുന്ന മേഖലകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയകൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെയാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ടൈം. ഈ സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങളെ കരിയർ എന്താണെന്നുള്ളത്. അതിന് വേണ്ട ഹെൽപ്പുകൾ നിങ്ങൾ തേടുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് ഹൈസ്കൂൾ തലം മുതലാണ്. ഈ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ കോമ്പറ്റേറ്റീവ് എക്സാമുകളെ നമുക്ക് നേരിടാൻ പറ്റും, നല്ല സ്കോർ നമുക്ക് നേടാൻ പറ്റും. നമ്മുടെ പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് +1 ശേഷം, അല്ലെങ്കിൽ +1 അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് നീറ്റ്, അതുപോലെ തന്നെ JEE, ഇതുപോലെ പല എൻട്രൻസ് എക്സാമുകൾക്കും പ്രിപ്പറേഷൻ തുടങ്ങുക, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം അതിന് മാറ്റിവെക്കും. ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. ഹൈസ്കൂൾ തലം മുതൽ തന്നെ നമുക്കൊരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള നല്ലൊരു കരിയർ പ്ലാൻ നമുക്കുണ്ടെങ്കിൽ ആ സമയം മുതലേ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഒന്നുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് +2 കഴിയുമ്പോൾ നമുക്ക് പല എൻട്രൻസ് എക്സാമുകളും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹൈസ്കൂളിന് മുന്നേ തന്നെ, ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ കരിയറിന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കരിയർ പ്ലാനിങ്ങിന് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ട സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.